ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് ചീര, പച്ച ചീര നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ 2-3 ചീരയാണ്. അപ്പോൾ ഇന്നത്തേക്ക് അതിനടുത്ത് തോരൻ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനത് ഒടിച്ചെടുക്കുകയായിരുന്നു. ഒരു സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് പെട്ടെന്ന് ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയായിരുന്നു. ഒരു സവാളയും കൂടെ ചേർത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതെല്ലാം റെഡിയാക്കി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മുടെ ചീര അതിലേക്ക് ഇട്ട് ഒരു പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുത്ത്, പിന്നെ വെന്ത് വന്നപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ച് പാരൽ മീൻ കിട്ടി. ഇവിടെ ഈ മീനിനെ ഇങ്ങനെയാണ് പറയുന്നത്, കാരൽ മീൻ. അപ്പോൾ അത് കുറച്ച് കിട്ടി. അപ്പോൾ അതിനെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകൊക്കെ ഇട്ടാണ് ഞാൻ അരപ്പ് തയ്യാറാക്കുന്നത്. കാന്താരി മുളകും മുരിങ്ങക്കായും തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ മീൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയായിരുന്നു. പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായും പച്ചമുളകും കാന്താരി മുളകാണ് ഇട്ടേക്കണം. പിന്നെ 2-3 തക്കാളി ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം മീൻ കറി അവിടെ ഇരുന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ചക്ക കിട്ടി. അതിനെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് നമ്മുടെ ചക്കത്തോരനും തയ്യാറാക്കി, മീനും വറുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നീടാണ് ഒരു ക്യാരറ്റും കൂടെ ഇരിക്കുന്നത് കണ്ട. പിന്നെ അതൊരു സവാളയും കൂടെ ചേർത്ത് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓയിലൊഴിച്ച് ഞാൻ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് റെഡിയായി വന്നപ്പോൾ നമ്മുടെ ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കായിരുന്നു. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ ക്യാരറ്റ് വിഴുക്ക് പുരട്ടിയും റെഡിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതും കഴുകിയിട്ട്. അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.